സാറ് ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് ഇലോൺ മസ്ക്. പക്ഷേ രണ്ടുപേരും തമ്മിലിപ്പോൾ അത്ര രസത്തിലല്ല. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ചെളിവാരി എറിയുന്നു. എന്താണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് ഇതിൽ? അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് വ്യക്തികേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ട്രംപിൻ്റെ വിജയത്തെ പോലും നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ട്രംപ് ഒരു വട്ടം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. അതെ. ആ സമയത്ത് അമേരിക്കയുടെ കൾച്ചറിനെ, അമേരിക്കയുടെ സംസ്കാരത്തിനെ യോജിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പലയിടത്തും നടത്തിയിട്ടില്ലായിരുന്നു. അതെ അതെ അമേരിക്കയെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഇതാണോ അമേരിക്ക എന്ന ആളുകളെ കണ്ട് ചോദിപ്പിക്കാവുന്ന തരത്തിലുള്ള വില കുറഞ്ഞ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ ഒരു ഘട്ടമായിരുന്നു. അങ്ങനെ നടത്തി അമേരിക്കക്കാർക്ക് വെറുപ്പ് തോന്നി അമേരിക്കക്കാരെ അയാൾ തോൽപ്പിച്ചു വിട്ടു. പക്ഷേ ആ ട്രംപിനെ തന്നെ വീണ്ടും അവരെന്തുകൊണ്ട് ജയിപ്പിച്ചു എന്നുള്ളത് വലിയൊരു അല്ല, പ്രഹേളിയായി. തോൽപ്പിച്ചു എന്ന് പറയുമ്പോഴും തോൽവി പുള്ളി സമ്മതിക്കാൻ തയ്യാറല്ല. പുള്ളി വലിയ കലാപമൊക്കെ ഉണ്ടാക്കിയിരുന്നു അവിടെ. അത് ശരിയാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു എന്താണ് പ്രകടിതമായ ജനാധിപത്യ സംവിധാനം. ആ സംവിധാനം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് വോട്ട് കിട്ടി ഒരാൾ ജയിക്കുന്നു, മറ്റേ ആൾ തോറ്റു വന്നു. അങ്ങനെ ഇയാൾ തോറ്റുപോയി. നേരത്തെ അയാൾ ജയിച്ചതും വോട്ട് കിട്ടിയിട്ട് തന്നെയാണ്. അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഇയാൾ പറയുന്നവർ ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ ബഹളം ഉണ്ടാക്കിയിട്ട് എന്തായാലും അത് ഒരു കഥയില്ലാത്ത ഒരു കാര്യം. പക്ഷെ എന്തായാലും അയാളെ വീണ്ടും ജയിപ്പിച്ചു അമേരിക്ക. അത് ഒരു പ്രഹേളിയായിട്ടാണ് ലോകം കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇയാളെ ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ വീണ്ടും എന്തിനാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അമേരിക്കക്കാർ തിരഞ്ഞെടുത്തത്? കാരണം അമേരിക്കയുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു കപ്പാസിറ്റി, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ അന്തസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിനൊന്നും പറ്റിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ബിസിനസ്സുകാരനാണ്. കച്ചവടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്ക് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് $288 മില്യൺ ഇയാളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെലവഴിച്ചത് എന്നാണ് വാർത്ത. അപ്പോൾ അത്രയും രൂപ ചെലവഴിച്ച് ഇയാൾ എന്തിനാണ് വിജയിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിലും ബിസിനസ്സാണുള്ളത്. ഇപ്പോൾ മസ്കിനെ സംബന്ധിച്ചിടത്തോളം മസ്ക് കണ്ട ഒരു കാര്യം, വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നാൽ ട്രംപും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഭരണാധികാരി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം അതുപയോഗിച്ച് പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്താനും തൻ്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ബിസിനസ് ശൃംഖല ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അത് ശരിയായിട്ട് അദ്ദേഹം നടപ്പിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ഇന്ത്യയിൽ ടെസ്ല കാറെത്തി, അതിൻ്റെ വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ആഗ്രഹങ്ങൾ ഏതായാലും ആ കാര്യത്തിൽ നിർവഹിക്കപ്പെട്ടു. പക്ഷേ നമ്മൾ ഇതിനിടക്ക് കണ്ട കാഴ്ച എന്താണ്, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഈ മസ്കിനെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാക്കി, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഒരു ഭാഗമാക്കി അദ്ദേഹം മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കാര്യക്ഷമതാ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കി ഡോജ് എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ്റെ ചുമതല കൊടുത്തു. മസ്ക് കയറിയതിന് ശേഷം ചെയ്തതെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാൻ പറ്റാത്തതായിട്ട് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പിരിച്ചുവിടുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത്. ഒരു തരത്തിലും ഇതുവരെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ കൃത്യമായിട്ട് അത് എന്താണ് ഒരു മാനേജറിയൽ സ്വഭാവത്തിലേക്ക് പൊളിറ്റീഷ്യനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് വലിയ എതിർപ്പൊക്കെ വന്ന കാര്യമായിരുന്നു. ആ എതിർപ്പുകൾ വരുമ്പോഴും ട്രംപ് അദ്ദേഹത്തിന് കൂടെയായിരുന്നു. പക്ഷേ പിന്നീട് നാം കാണുന്നത് ട്രംപും മസ്കും തമ്മിൽ തെറ്റുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അവർ പരസ്പരം ഒരിക്കൽ പോലും യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള രണ്ട് ചീത്ത സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരിക്കും. എന്താണ് ഇതും കൊണ്ട് ലോകത്തിന് സംഭവിക്കുന്ന പ്രശ്നം? അതാണ് നമുക്ക് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദമോ സൗഹൃദമില്ലായ്മയോ ശത്രുതയോ ഒന്നുമല്ലല്ലോ പ്രശ്നം. ഇവരെ പോലെയുള്ള ആളുകൾ ഭരണകൂടത്തിൻ്റെ നിറയിൽ കയറിയിരിക്കുന്ന സമയത്ത് പക്ഷേ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് മാറിത്തീരുകയാണ്. അതാണ് പ്രശ്നം. ഈ ട്രംപ് അതേപോലെ തന്നെ മറ്റ് ഭരണാധികാരികളൊക്കെ എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള വാർത്തകൾ ചോർത്തി ആ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി അതാണ് എന്ന നിലക്ക് വന്ന സമയത്താണ് നേരത്തെ സ്നോഡൻ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു, അതൊക്കെ പുറത്ത് കൊണ്ടുവന്നു. വലിയ പ്രശ്നമായ കാര്യമാണ്. അവസാനം അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം കൊടുക്കാനായിട്ട് റഷ്യ തയ്യാറാവാണ്. ഇപ്പോൾ റഷ്യയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ, അല്ലേ, അമേരിക്കയിൽ അയാൾക്ക്
പ്രവർത്തിക്കുന്നതിനും ബിസിനസ് എണ്ണത്തിനും എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അയാളെ സഹായിക്കാം എന്ന് പുടിൻ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്? ഏത് തരത്തിലാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഇപ്പോൾ ട്രംപും പുടിനുമായിട്ട് ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഈ ഉക്രൈൻ്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഈ പുടിൻ അതുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന തരത്തിൽ ട്രംപ് ഒരു നിലപാടെടുത്തു. അപ്പോൾ ഇവർ തമ്മിൽ വ്യക്തിപരമായി നേരത്തെ, അതായത് ട്രംപിൻ്റെ ആദ്യ ടേമിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ട്രംപ് പ്രവർത്തിച്ചത്. അതായത് ചൈനയെ പിണക്കുക, റഷ്യയെ കൂട്ടുപിടിക്കുക. അതിനു മുമ്പുള്ള ഭരണാധികാരികളൊക്കെ നേരെ തിരിച്ചായി ചിന്തിക്കുക. ചൈനയായിട്ട് നല്ലൊരു വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും റഷ്യയെ ശത്രുവിനെ പോലെ കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ സമയാസമയം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ട്രംപ്. അപ്പോൾ ഈ പുടിനുമായിട്ട് ഇപ്പോൾ അത്ര ചേർച്ചയിലല്ല. അപ്പോൾ അവർ ഇപ്പോൾ കിട്ടിയ അവസരം മസ്കിനെ വെച്ചങ്ങ് മുതലാക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. റഷ്യ ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിൽ ഉടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് ലോകത്തിന് നേരെ റെസിപ്രോക്കൽ ടാക്സസ് ഏർപ്പെടുത്തിയില്ല. അതെ അതെ. ഈ പകരച്ചുങ്കം എന്ന് പറയുന്നത് ഇയാളുടെ ഒരു മണ്ടൻ ആശയമാണ് എന്ന അഭിപ്രായക്കാരനാണ് മസ്ക്. അതെ അതെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചുങ്കം ഇങ്ങനെ ഏർപ്പെടുത്തിയതോടെ ബിസിനസ്സിന് വലിയ സ്തംഭനം ഉണ്ടായി. ബിസിനസ്സിന് സ്തംഭനം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഡോജ് എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം പോലും ഇപ്പോൾ അപ്രസക്തമായി തീർന്നു. ചെലവ് ചുരുക്കി കാര്യക്ഷമമാക്കി ഭരണകൂട പ്രവർത്തനങ്ങളെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. പക്ഷേ ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിയോടുകൂടി ബിസിനസ് എല്ലാം പൊളിഞ്ഞു, അല്ലെങ്കിൽ ബിസിനസ് സ്തംഭനാവസ്ഥയിലെത്തി. മാന്ദ്യമുണ്ടായി. അമേരിക്കയുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടായി. അതൊക്കെ കണ്ടാണ് മസ്ക് പറഞ്ഞത് ഇത് ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ്, കൊള്ളാത്തതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ശത്രുതയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ഒരു ബിസിനസ് പോളിസിയാണ് പൊളിഞ്ഞു പാളീസായത് എന്ന് മസ്ക് പറയുന്നു. അങ്ങനെ മസ്കുമായിട്ട് തെറ്റത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിലാണ് പുതിയ ലോക വ്യവസ്ഥ നിർമ്മിച്ചെടുക്കുന്നത്. ഒരു ന്യൂ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അവർ തല്ലുപിടിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന് പറയുന്ന ചോദ്യം ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അയാൾ ടെസ്ല കാറുകളുടെ ബിസിനസ് തന്നെ എനിക്ക് തോന്നുന്നു ഇയാൾ ഈ ഭരണകൂടമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയ കാലത്ത് വല്ലാത്ത തരത്തിലേക്ക് ഇടിഞ്ഞു വരും. അതിൻ്റെ ഷെയറും വല്ലാത്ത തരത്തിൽ ഇടിഞ്ഞ് അങ്ങനെ ബിസിനസ് തകർന്നിരിക്കുകയാണ്. ആ ബിസിനസ്സിനെ പൊക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി യഥാർത്ഥത്തിൽ മസ്കിനുണ്ട്. ഒപ്പം ട്രംപുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വഴിയിൽ നടക്കുന്നവരോട് സംസാരിച്ചാൽ പോലും ഈ മസ്കും ട്രംപും തമ്മിലുള്ള തല്ലുപിടുത്തത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ പറയും, അവർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ മസ്കിനോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രംപ് ഈ പിള്ളേർ വഴക്കിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, അമ്മാതിരി പറയാം, ഞാനിപ്പോൾ അയാളോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, അയാളുടെ സമനില തെറ്റിയിരിക്കുക എന്നാ പറയും. അല്ല, അപ്പം മസ്ക് ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. മസ്ക് പറയുന്നത് അയാൾക്കിപ്പോൾ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ ഏജൻസി ഉണ്ട്. ഈ നാസയെ നാസയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി നമ്മൾ കണക്കുകൂട്ടി വെച്ചേക്കുന്നത്. ഈ നാസയെ മറികടക്കുന്ന പ്രകടനവും കാര്യക്ഷമതയൊക്കെ അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് സ്പേസ് എക്സ്. ആ പറയുന്ന സ്പേസ് എക്സിൻ്റെ ഈ ബഹിരാകാശ ദൗത്യം പരിപാടികളൊക്കെ കടച്ചു കൂട്ടിയിട്ട് പുള്ളിയുടെ പാട് നോക്കി പോകാൻ പോകണമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. മസ്ക് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതൊരു അവസരമെന്ന് മുതലാക്കി ഇടപെട്ട് കളയാമെന്ന് കരുതിയിട്ടായിരിക്കും റഷ്യ ഈ കാര്യത്തിൽ കയറി കളിക്കുന്നത്. അതായത് പലപ്പോഴും ഇപ്പം നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ പ്രകടനങ്ങളെല്ലാം വ്യക്തികളുടെ സ്വഭാവ സവിശേഷമായിട്ട് കൂട്ടി കിണഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്സ് ഇല്ല അവിടെ. നേരത്തെ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും രാഷ്ട്രീയമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത്. നമ്മളിപ്പോൾ ഈ ബൈപ്പോളാർ വേൾഡിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ലോകം രണ്ട് ശക്തി ശരിയായിട്ട് നിൽക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരുന്ന ഇവർ പുലർത്തിയിരുന്നതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ. ഇപ്പോൾ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. വ്യക്തി ട്രംപിന് എന്താണ് തോന്നുന്നത് അതൊക്കെ അയാൾ ചെയ്യും. അതൊക്കെ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് മാറിത്തീരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചു. അത് ഈ സാധാരണഗതിയിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തു വലിയ സുപ്രധാനമായൊരു തീരുമാനമാണ്. ഇത് പുള്ളിക്കാരൻ ചെയ്തത് ഈ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, മാസത്തിലോ ആഴ്ചയിലോ. ആ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അങ്ങ് പ്രഖ്യാപിക്കുക. അതായത് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ അമേരിക്കയുടെ തീരുമാനങ്ങളായിട്ട് മാറിത്തീരുന്നു.
ഹാർവാർഡ് സർവകലാശാലയ്ക്ക് അയാൾ ഗ്രാൻഡ് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗം? അമേരിക്കയുടെ യഥാർത്ഥത്തിൽ വലിയൊരു കൾച്ചറലായിട്ടുള്ള പ്രതീകമാണ്, അതിൻ്റെ ഒരു ടവറാണ് ശരിക്കും പറഞ്ഞാൽ ഹാർവാർഡ് സർവകലാശാല. അതിനെ തരിപ്പണമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണാധികാരി ട്രംപ്, ആ ട്രംപിനെ എങ്ങനെ അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലാവാറില്ല ശരി. എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇലോൺ മസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ തന്നെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ തല്ലിപ്പൊളിക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മറ്റ് രാഷ്ട്രങ്ങളിതിനെ കണക്കാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.